കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട് നന്ദൂരിൽ സംസാരിക്കുകയായിരുന്നു. ആൾക്ക് സെന്റൻസിൽ ഈ വെല്ലും ഗുഡും ഉപയോഗിക്കുന്നത് എപ്പോഴും മാറിപ്പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പൊ ഇന്ന് വെല്ലും ഗുഡും നമുക്ക് ഒരു സംശയമില്ലാത്ത രീതിയിൽ പഠിക്കാം. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഗുഡ്. ഐ ഡോണ്ട് സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഈ 3 സെന്റൻസിൽ ഒരെണ്ണം തെറ്റാണ്. ഏതാത്? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞുതരണം ഇതിൽ ഏതാ തെറ്റുന്നു കേട്ടോ. ഈ ഗുഡും വെല്ലും എവിടെയോ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇത് തെറ്റില്ല. അപ്പൊ ഗുഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നല്ലതാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് ഉപയോഗിക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. വെൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി നല്ലതാണ്. അപ്പൊ നന്നായി ചെയ്തു. ഇപ്പൊ നമ്മൾ നന്നായി എന്ന് ഉപയോഗിക്കില്ലേ, ആ വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ പൊതുവെ നമ്മൾ വെല്ലാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. കുറച്ചുകൂടെ കേസസ് ഉണ്ട്, പക്ഷെ ഇത് ബേസിക് ആണ്. അപ്പോ ഇതൊരു നല്ല പുസ്തകമാണ് എങ്ങനെ പറയും? ദിസ് ഇസ് എ ഗുഡ് ബുക്ക്. അപ്പൊ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ്. അപ്പൊ നല്ലതാന്ന് പറയാൻ വേണ്ടിയിട്ട് ഗുഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ദിസ് ഇസ് എ വെൽ ബുക്ക് എന്ന് പറയില്ല. പക്ഷെ ഞാൻ പറയാണ്, ഓ ഈ ബുക്ക് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ നന്നായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോ ദിസ് ബുക്ക് ഇസ് വെൽ റിട്ടൺ. അപ്പൊ എഴുതിയത് നന്നായിട്ടുണ്ട്. അപ്പൊ വെൽ റിട്ടൺ. ബുക്ക് നല്ലതാണ്. ദിസ് ഇസ് എ ഗുഡ് ബുക്ക്. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സിനിമ കണ്ടിരുന്നോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു സീ ദ മൂവി? ഡിഡ് യു സീ ദ മൂവി? നിങ്ങൾ ആ മൂവി കണ്ടിരുന്നോ? അത് നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? യെസ് ഇറ്റ് വാസ് ഗുഡ്. അവിടെ നമ്മൾ മൂവിനെ കുറിച്ച് പറയാണ്. മൂവി നല്ലതാണ്, അപ്പൊ നല്ലതാണെന്ന് പറയാൻ ഗുഡ്. യെസ് ഇറ്റ് വാസ് ഗുഡ്. ഇനിയിപ്പോ ഞാൻ ചോദിക്കുക, അവൻ കഴിച്ചോ? അതെങ്ങനെ ചോദിക്കും? ഡിഡ് ഹി ഈറ്റ്? അല്ലെ, അവൻ കഴിച്ചോ? ഡിഡ് ഹി ഈറ്റ്? അപ്പൊ അവൻ നന്നായി കഴിച്ചു. അപ്പൊ എങ്ങനെ പറയും? ഹി ate well. നന്നായി എന്ന് പറയുമ്പോ വെൽ. ഹി ate well. എന്നാ ചോദ്യം ചോദിക്കട്ടെ, ഷീ പെയിന്റ്സ് വെൽ ആണോ ഗുഡ് ആണോ? വെരി ഗുഡ്. ഷീ പെയിന്റ്സ് വെൽ. അവൾ നന്നായി പെയിന്റ് ചെയ്യുന്നു. അവൾ നല്ലത് പെയിന്റ് ചെയ്യുന്നു എന്നല്ലല്ലോ പറയാ. ഷീ ഇസ് ഡാഷ് അറ്റ് പെയിന്റിംഗ്. അവിടെ ഗുഡ് ആണോ വെൽ ആണോ വരിക? അവൾ പെയിന്റിങ്ങിൽ, അപ്പൊ അറ്റ് സംതിങ് എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ നല്ലതാണ്. അപ്പൊ എന്താ പറയാ? ഷീ ഇസ് ഗുഡ് അറ്റ് പെയിന്റിങ്. അവിടെ വെല്ലല്ല വരിക. ഈ വെല്ലും ഗുഡും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഫോംസ് ഉപയോഗിക്കില്ലേ? ഫാറ്റ്, ഫാറ്റർ, ഫാറ്റസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. അതുമാതിരി ഗുഡിന് എങ്ങനെ വരിക? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. രണ്ട് സാധനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ബെറ്റർ ദാൻ ദിസ്, അല്ലെ? ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് ബെറ്റർ ദാൻ ദിസ്, ദിസ് ഇസ് ദ ബെസ്റ്റ്, അങ്ങനെ പറയും. അതുമാതിരി തന്നെ ഈ വെല്ലിനും ഇങ്ങനത്തെ ഫോംസ് ഉണ്ട്. അത് ഏതാണെന്നറിയോ? വെൽ, ബെറ്റർ, ബെസ്റ്റ്. ഗുഡിനും വെല്ലിനും ഒരേ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഫോംസ് ആണ് ഉള്ളത്. അപ്പൊ 2 സെന്റൻസ് ഉണ്ട്. ഷീ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ്. അപ്പൊ ഇതിന് കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെ പറയും? എന്നെക്കാളും നന്നായി സംസാരിക്കുന്നുള്ളത് എങ്ങനെ പറയും? ഷീ സ്പീക്സ് ബെറ്റർ ഇംഗ്ലീഷ് ദാൻ ഐ ഡു. അപ്പൊ ഗുഡ് ഇംഗ്ലീഷിന് മാറിയിട്ട് ബെറ്റർ ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യണം. ദാൻ ഐ ഡു, ഞാൻ പറയുന്നതിനേക്കാളും. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. അപ്പൊ ഇതിനെങ്ങനെ അങ്ങനെ ഫോമിലാക്കും? ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ ഐ ഡു. ഇനി ഒരു ടിപ്പ് ഉണ്ട്. നമ്മളൊരു സെന്റൻസിൽ ഗുഡ് ആണോ വെൽ ആണോ ഉപയോഗിക്കേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് ഒരു ലിസ്റ്റ് ഓഫ് വേർബ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഗുഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അത് ഏതൊക്കെയാണ് ഈ വേർബ്സ്? ഈസ്, ആം, ആർ, വെയർ, സീംസ്, സൗണ്ട്സ്, ടേസ്റ്റ്, സ്മെൽസ്, ഫീൽസ്, ഇങ്ങനത്തെ വാക്കുകളില്ലേ? ഇതിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ അപ്പുറത്ത് വെല്ലാണോ ഗുഡ് ആണോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ഗുഡ് ആണ് വരിക കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ഇറ്റ് സീംസ് ലൈക്ക് എ ഡാഷ് ഐഡിയ. സീംസ് വന്നില്ലേ? അപ്പൊ ഇറ്റ് സീംസ് ലൈക്ക് എ ഗുഡ് ഐഡിയ. ഷീ ലുക്സ് ഡാഷ്. ഷീ ലുക്സ് ഗുഡ്. അവിടെ ലുക്സ് വന്നുകൊണ്ട് ഗുഡ് ആണ് ഇപ്പുറത്ത് വരിക. ഒരു പുതിയ കിടക്ക വാങ്ങിച്ചു, അപ്പൊ അത് നല്ല സുഖമുണ്ട്. അങ്ങനെ പറയും, ദ ന്യൂ മാട്രസ് ഫീൽസ് ഗുഡ്. ഫീൽസ് വെൽ അല്ല, ഫീൽസ് ഗുഡ്. കാപ്പി കുടിച്ചിട്ട് പറയാം നന്നായിട്ടുണ്ട്. എങ്ങനെ പറയും? ദ കോഫി ടേസ്റ്റ് ഗുഡ്. അപ്പൊ ഈ വാക്കുകൾ ടേസ്റ്റ്, ഫീൽസ്, സ്മെൽസ്, സൗണ്ട്സ്, ലുക്സ്, അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഗുഡ് ആണ് വരിക. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. യു ലുക്ക് ഗുഡ് ഇൻ ദിസ് ഡ്രസ്. ഈ ഗുഡും വെല്ലും ഹെൽത്തിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊന്ന് കെയർ ചെയ്യണം. ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഹൗ ആർ യു ഫീലിംഗ്, അല്ലെങ്കിൽ ഹൗ ആർ യു, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് നമ്മൾ പലപ്പോഴും ഐ എം ഗുഡ് അല്ലെങ്കിൽ ഐ എം വെൽ, ഇത് രണ്ടും കേൾക്കാറുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് കേൾക്കാറ്? ഐ എം ഗുഡ് എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്, നന്നായിരിക്കണം, അതാണ് ഐ എം ഗുഡിന്റെ അർത്ഥം.
ഐ എം വെൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു, അപ്പൊ അസുഖം മാറിയില്ല, സുഖമായിട്ടിരിക്കണോ, അതാണ് ഐ എം വെൽ അത് പറയുമ്പോൾ അർത്ഥം വരുന്നത്. അപ്പൊ ഒരാളോട് ചോദിക്കാണ് ഐ യു ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഐ യു ഓക്കെ, ഓക്കെ ആണോ അങ്ങനെ ചോദിക്കുമ്പോ ഐ എം ഗുഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? ഞാൻ ഹാപ്പിയാണ്. ഐ എം വെൽ അങ്ങനെ പറയുമ്പോൾ ശരീരത്തിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അതാണ് ഐ എം വെൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കോൺവെർസേഷൻ പറയാം. അജുവിന് അസുഖം എന്ന് കേട്ടല്ലോ. ഐ ഹേർഡ് അജു ഇസ് സിക്ക്. അജു ഇസ് സിക്ക്. അജു അസുഖമുള്ള അവസ്ഥയിലാണെന്ന് ഞാൻ കേട്ടല്ലോ. ഐ ഹേർഡ്. അവന് സുഖമില്ല അങ്ങനെ പറയും. യെസ് ഹീസ് നോട്ട് വെൽ എന്ന് വെച്ചാൽ അസുഖം ഉണ്ടെന്നാണ് നോട്ട് വെൽ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിനെങ്ങനെയാ പറയാ? അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്, ടു ഡു ഗുഡ്. അപ്പൊ അവിടെ നമ്മൾ ടു ഡു വെൽ അല്ല ഉപയോഗിക്കുക, ടു ഡു ഗുഡ്. അപ്പൊ ഇനി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാം ശരിയാക്കണം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദിസ് ബിരിയാണി ടേസ്റ്റ് ഗുഡ് ആണോ വെൽ ആണോ? ഗുഡ്. ദിസ് ബിരിയാണി ടേസ്റ്റ് ഗുഡ്. അത് കാരണം ടേസ്റ്റ്, സ്മെൽസ്, ലുക്സ് എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് ഗുഡ് ആണ് വരിക. അടുത്തത്, ഷെറിൻ ഇസ് എ ഡാഷ് ടീച്ചർ. ഷെറിൻ ഒരു നല്ല ടീച്ചറാണെന്ന് എങ്ങനെ പറയും? ഗുഡ് ടീച്ചർ. അപ്പൊ ഷെറിനെയാണ് പറയുന്നത്. ഷെറിൻ ഒരു നല്ല അധ്യാപികയാണ്. നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ് എന്നാണ് ഉപയോഗിക്കുക. അടുത്തത്, ഹി സ്പീക്സ് ഡാഷ്. തെറ്റിക്കരുത്, ഹി സ്പീക്സ് ഡാഷ്. അവൻ നന്നായി സംസാരിക്കും, അല്ലെങ്കിൽ നന്നായി സംസാരിക്കാറുണ്ട്. അതെങ്ങനെ പറയും? നന്നായി എന്ന് പറയുമ്പോൾ വെൽ. ഹി സ്പീക്സ് വെൽ. ഇറ്റ്സ് എ ഡാഷ് പ്ലേസ് ടു വിസിറ്റ്. ടു വിസിറ്റ് എന്ന് വെച്ചാൽ സന്ദർശിക്കാൻ. സന്ദർശിക്കാൻ നല്ല സ്ഥലമാണ്, നല്ലതാണെന്ന് പറയാൻ വേണ്ടി ഗുഡ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു വിസിറ്റ്. ഷീസ് 90 years old but she can hear. ഗുഡ് ആണോ വെൽ ആണോ? ഷീസ് 90 years old എന്ന് വെച്ചാൽ ആൾക്ക് 90 വയസ്സുണ്ട്. ആ സ്ത്രീക്ക് 90 വയസ്സുണ്ട്. എന്നാലും ബട്ട് ഷീ ക്യാൻ ഹിയർ, അവർക്ക് നന്നായി കേൾക്കാൻ പറ്റും. നന്നായി അല്ലെ? അപ്പൊ വെൽ, ഷീ ക്യാൻ ഹിയർ വെൽ. ഐ വോണ്ട് ടു വിസിറ്റ് ദ ഡോക്ടർ. എനിക്കത് ഡോക്ടറെ വിസിറ്റ് ചെയ്യണം. മൈ സ്റ്റൊമക്ക് ഇസ് നോട്ട് ഫീലിംഗ്. എന്റെ വയറ് നന്നായിട്ടില്ല, നല്ലതല്ല എന്ന് പറയും. ചിലപ്പോൾ നന്നായിട്ടില്ല എന്ന് പറയും. പക്ഷെ അവിടെ നമ്മൾ സ്റ്റൊമക്ക് ഇസ് നോട്ട് ഫീലിംഗ് വെൽ ആണ്. കാരണം എന്താ? അവിടെ നമ്മൾ ഹെൽത്തിന്റെ കാര്യമല്ല പറയണേ. ആ സമയത്ത് നമ്മൾ വെൽ എന്നുള്ള വാക്ക് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വെൽ ആണ് ഉപയോഗിക്കുക, ഗുഡ് അല്ല കേട്ടോ. അപ്പൊ മൈ സ്റ്റൊമക്ക് ഇസ് നോട്ട് ഫീലിംഗ് വെൽ. അടുത്തത്, ഷീ ഡാൻസ്ഡ് ഡാഷ് ലാസ്റ്റ് ഈവനിങ്. ഇന്നലെ വൈകുന്നേരം ആൾ നന്നായിട്ട് ഡാൻസ് കളിച്ചു. നന്നായിട്ട് അല്ലെ? അപ്പൊ വെൽ. ഷീ ഡാൻസ്ഡ് വെൽ ലാസ്റ്റ് ഈവനിങ്. യു ഷുഡ് സ്റ്റഡി ഡാഷ് ഇഫ് യു വോണ്ട് ടു പാസ് ദ എക്സാം. അതെന്താ പറയാ? നീ നന്നായി പഠിക്കണം, നിനക്ക് എക്സാം പാസ് ആവണമെങ്കിൽ. അതല്ലേ ആ സെന്റൻസിന്റെ അർത്ഥം? അപ്പൊ അതിന് ഉത്തരം കിട്ടിയില്ലേ? നീ നല്ലത് പഠിക്കണം എന്നല്ലല്ലോ, നീ നന്നായിട്ട് പഠിക്കണം. അപ്പൊ എന്താ വരിക? വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ ഇഫ് യു വോണ്ട് ടു പാസ് ദ എക്സാം. അടുത്തത്, അവര് മാത്സില് അത്ര നല്ലതല്ല. എങ്ങനെ പറയും? ദേ ആർ നോട്ട് ഡാഷ് അറ്റ് മാത്ത്. നല്ലതല്ല, ഗുഡ്. ദേ ആർ നോട്ട് ഗുഡ് അറ്റ് മാത്ത് എന്ന് വെച്ചാൽ അവർക്ക് കണക്ക് ബുദ്ധിമുട്ടാണെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഗുഡ് അറ്റ് സംതിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നല്ല കഴിവുണ്ടാവുക. അപ്പൊ ദേ ആർ നോട്ട് ഗുഡ് അറ്റ് മാത്ത് എന്ന് വെച്ചാൽ അവർക്ക് മാത്സ് ഇത്തിരി കഷ്ടമാണെന്നാണ് അർത്ഥം. അടുത്തത്, ദ മൂവി വാസ് പ്രിറ്റി ഗുഡ് ആണോ വെൽ ആണോ? സിനിമ നന്നായിരുന്നു, നല്ലതായിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഒരു സാധനമല്ലേ സിനിമ എന്ന് പറയുന്നത്, ഒരു പ്രവൃത്തിയല്ലോ. അപ്പൊ ഗുഡ് ആണ് വരിക. ദ മൂവി വാസ് പ്രിറ്റി ഗുഡ്. പ്രിറ്റി വെൽ അല്ല കേട്ടോ വരിക. ഐ സ്റ്റഡീഡ് ഡാഷ് ഫോർ ദ എക്സാം. ഐ സ്റ്റഡീഡ് വെൽ ഫോർ ദ എക്സാം. ഞാൻ എക്സാമിന് നന്നായി പഠിച്ചു. നല്ലത് പഠിച്ചു എന്നല്ലല്ലോ, നന്നായി പഠിച്ചു. അപ്പൊ നന്നായി എന്ന് പറയുമ്പോൾ വെൽ. ഐ സ്കോർഡ് ഡാഷ് മാർക്സ്. ഞാൻ ഡാഷ് മാർക്കുകൾ വാങ്ങിച്ചു. അപ്പൊ നല്ല മാർക്ക് വാങ്ങിച്ചതാണോ നന്നായി മാർക്ക് വാങ്ങിച്ചതാണോ? രണ്ടും പറയൂല്ലേ. നന്നായി മാർക്ക് വാങ്ങിച്ചു, പക്ഷെ നല്ല മാർക്ക് വാങ്ങിച്ചു. അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്തിനെ കുറിച്ചാണ് പറയുന്നതാട്ടോ. ഐ സ്കോർഡ് ഡാഷ് മാർക്സ്. അപ്പൊ മാർക്കുകൾ എങ്ങനെയാണ്? ഒരു പ്രവൃത്തി അല്ലല്ലോ, ഒരു സാധനമല്ലേ മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെന്താ വരിക? ഐ സ്കോർഡ് ഗുഡ് മാർക്സ്. ഐ സ്കോർഡ് വെൽ മാർക്സ് അല്ല വരിക കേട്ടോ. എല്ലാം നന്നായിരിക്കണം. അങ്ങനെ എന്താ പറയാ? എവറിത്തിങ് ഇസ് ഗുഡ്. എവറിത്തിങ് ഇസ് വെൽ എന്നല്ല പൊതുവെ പറയാ, എവറിത്തിങ് ഇസ് ഗുഡ്. അപ്പൊ ചില യൂസേജസ് ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പൊ ഇവിടെ എല്ലാ കാര്യവും അല്ലെ, പ്രവൃത്തി അല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ട്. അപ്പൊ എവറിത്തിങ് ഇസ് ഗുഡ്. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടുണ്ട്, എവറിത്തിങ് ഇസ് ഗുഡ്. അവിടെ നമ്മള് നന്നായിട്ടുണ്ട് എന്ന് പറയുമെങ്കിലും, മലയാളത്തിൽ പറയുമെങ്കിലും, അവിടെ നമ്മൾ ആലോചിക്കുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആ കാര്യങ്ങളെ കുറിച്ച്, എന്നുവെച്ചാൽ ആ ഭക്ഷണ വസ്തുക്കളെ കുറിച്ച്. അതൊക്കെ നന്നായിട്ടുണ്ട്. അതിന് പറയും
ഗുഡ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. എവറിത്തിങ് ഇസ് ഗുഡ്. ഷി പ്ലേസ് വെൽ ദ ഗിറ്റാർ. ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ? ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ വെല്ലിന്റെ പൊസിഷൻ ഇല്ലേ, അതൊന്ന് ശ്രദ്ധിക്കണം. ഷി പ്ലേസ് ദ ഗിറ്റാർ വെൽ, അങ്ങനെ വരിക. ആ വെല്ലിന്റെ പൊസിഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഐ എം ഹാവിങ് എ ഡാഷ് ഡേ. നല്ല ദിവസമാണ് തോന്നുന്നു, അങ്ങനെ പറയാം. ആ ദിവസമാണ് നല്ലത്. ദിവസം എന്ന് പറയുമ്പോ ഒരു പ്രവൃത്തി അല്ലല്ലോ. അപ്പൊ ഗുഡ്. ഐ എം ഹാവിങ് എ ഗുഡ് ഡേ. അവൻ എക്സാം നന്നായി ചെയ്തോ? ഡിഡ് ഹി ഡു ദ എക്സാം വെൽ? നന്നായി ചെയ്തോ എന്ന് വെച്ചാൽ നന്നായി എഴുതിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ എഴുത്ത്, ആ പ്രവൃത്തി അവൻ നന്നായി ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഡിഡ് ഹി ഡു ദ എക്സാം വെൽ, ഗുഡ് അല്ല കേട്ടോ അവിടെ. സ്മോക്കിംഗ് ഇസ് നോട്ട് ഡാഷ് ഫോർ അവർ ഹെൽത്ത്. പുകവലിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അപ്പൊ ഗുഡ്. സ്മോക്കിംഗ് ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്, വെൽ അല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറയാണ്. ശരീരത്തിന്റെ കേടാണ് സ്മോക്ക് ചെയ്താൽ, അപ്പൊ പിന്നെ വെല്ലല്ലേ വരിക എന്നൊരു സംശയം വരും. പക്ഷെ ഈ കേസിൽ ഗുഡ് ആണ് വരിക. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. വെൽ നമ്മള് നമ്മുടെ ശരീരത്തിന്റെ അസുഖത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടോ അസുഖമില്ലാത്ത അവസ്ഥയെ കുറിച്ച് പറയാൻ വേണ്ടിട്ടോ ഉപയോഗിക്കും. പക്ഷെ ഈ സംഭവം ശരീരത്തിന് നല്ലതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗുഡ് ആണ് ഉപയോഗിക്കുക കേട്ടോ. ഇനി ഞാൻ ഒരേ സെന്റൻസില് ഗുഡും വെല്ലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയണേ. ഐ സോ രശ്മി. ഞാൻ രശ്മിനെ കണ്ടിരുന്നു. ഐ സോ രശ്മി. ഷി ലുക്ഡ് ഗുഡ്. അതിന്റെ അർത്ഥം എന്താ? അവള് നല്ല സുന്ദരിയായിരുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ ഹാപ്പി ആയിരുന്നു, അങ്ങനെയൊക്കെയാണ് ഷി ലുക്ഡ് ഗുഡ് എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത്. ഇനി അല്ലെങ്കിൽ ഐ സോ രശ്മി ഷി ലുക്ഡ് വെൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? ആള് നല്ല ഹെൽത്തി ആയിരിക്കണോ, ചിലപ്പോ വല്ല അസുഖമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും കണ്ടത്. അപ്പൊ ഞാൻ പറയണേ ഷി ലുക്ഡ് വെൽ എന്ന് പറഞ്ഞാൽ ആളുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഗുഡും വെല്ലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ്സിൽ ഇടുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് വന്നോളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.